പക്ഷേ കോൺഗ്രസിനൊപ്പം അവരുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസിനൊപ്പം അവരില്ല. അതിനുള്ള കാരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞു രാഹുൽ ഗാന്ധി വേഷം ധരിക്കുന്നതിനെ ഞാൻ വിമർശിച്ചു വന്നു. സാറേ, രാഹുൽ ഗാന്ധി വേഷം ധരിച്ചാലും വേഷം ധരിച്ചില്ലെങ്കിലും അതെൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വേഷവിധാനം പോലും ഈ മാറ്റുന്നത് അദ്ദേഹത്തിൻ്റെ PR കമ്പനികൾ ഇതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിലേക്ക് സ്വിച്ച് ചെയ്തു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ പിണറായി വിജയൻ PR ഏജൻസി ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിണറായി വിജയനെ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരേ വേഷവിധാനമാണ്. നരേന്ദ്രമോദിജിയെ നിങ്ങൾ മുഖ്യമന്ത്രിയായ കാലം മുതൽ പ്രധാനമന്ത്രിയാകുന്ന കാലം വരെയും കാണുന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അമിത്ഷായെ നിങ്ങൾ കാണുന്നതിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. രാജീവ് ഗാന്ധിയെ കാണുന്നതിൽ ഇല്ലല്ലോ. നരേന്ദ്രമോദി ഉപയോഗിക്കുന്നത് വളരെ വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളാണ്. അതിന് പ്രത്യേക ഡിസൈനിങ് ടീമുണ്ട്. സ്വന്തം പേരെഴുതിയ വസ്ത്രം ധരിച്ചതിന്റെ തമാശ ഇപ്പോഴും 10 വർഷത്തിന് ശേഷം ചിലപ്പം യുവരാജ് ഗോകുൽ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ഇന്ത്യക്കാർ മറന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് നരേന്ദ്രമോദി ഉപയോഗിക്കുന്ന വസ്ത്രമാകട്ടെ, അദ്ദേഹത്തിന്റെ കണ്ണാടി ആകട്ടെ, വാച്ച് ആകട്ടെ, അത് അദ്ദേഹത്തിന്റെ കയ്യിലെ കാശ് കൊടുത്ത് മേടിച്ചിടുന്നതാണ്. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന അറ്റേർ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റി, അതായത് ഞാൻ പറയുന്നത് ഇത് പൊളിറ്റിക്കലിയാണ് മാറ്റുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം അദ്ദേഹം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ കുർത്തയും പൈജാമയും ധരിച്ചുകൊണ്ട് കിടന്നു. അത് അദ്ദേഹം മാറ്റുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷേ 2017 അദ്ദേഹത്തിന്റെ അറ്റേർ എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. 2017 അറ്റേർ എന്തായിരുന്നു? കുറെ കുറിയും വാരി തേച്ചു, അദ്ദേഹം കുറെ രുദ്രാക്ഷമൊക്കെ വാരിയിട്ട് അദ്ദേഹം ടെമ്പിൾ റൺ നടത്തുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അതായിട്ട് മാറി. 2024 ശരി, ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്ന് കോൺഗ്രസ് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല എന്നാണ് ചോദിച്ചത്. ഇന്നെന്താ രാഹുൽ ഗാന്ധി അമ്പലത്തിൽ പോകാത്ത? 2024 എന്താ അതുപോലെ ചെയ്യാത്ത? അപ്പോൾ അന്ന് അത് ചെയ്തു, അതിനകത്ത് എന്തോ വിജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നൽ വന്നു, അത് പരാജയപ്പെട്ടു. ഉടനെ സ്ട്രാറ്റജി മാറ്റി, ആൾ അറ്റേർ മാറ്റി, ആൾ പറയുന്ന വിഷയങ്ങൾ അപ്പാടെ മാറ്റി, ആൾ വേറൊരു തലത്തിലേക്ക് പോയി. ഇങ്ങനെ ഒരു ലീഡറെ എങ്ങനെയാണ് ഈ പറയുന്ന പാർട്ടികളാവട്ടെ പൊതുജനമാകട്ടെ വിശ്വാസത്തിലെടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ അറ്റേർ മാറുന്ന അദ്ദേഹം ഇനിയിപ്പോൾ ഡിസൈനേഴ്സ് ചെയ്തു കൊടുക്കട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്തു കൊടുക്കട്ടെ, അദ്ദേഹം കോസ്റ്റ്ലിയായ സാധനം വാങ്ങിച്ചിടട്ടെ, അതൊന്നും നമ്മുടെ വിഷയമാവുന്നില്ല. ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം 10 ലക്ഷത്തിൻ്റെ വോട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന പോലെ തന്നെ തിരിച്ച് BJP പക്ഷത്തുള്ള സൈബർ ഹാൻഡിലുള്ള രാഹുൽ ഗാന്ധിയുടെ വേഷത്തിനെ കുറിച്ചിട്ടും അത് തന്നെ പറയുമായിരിക്കും. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകളിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്. 2, കോൺഗ്രസ് അവതരിപ്പിച്ച് അതിലേക്കാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത് രണ്ടാമത്തെ നേതാവാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ വേറൊരാൾ പറഞ്ഞു, ഞാൻ ആ ചർച്ചയെ വേറൊരു ചാനലായതുകൊണ്ട് ഞാനിലേക്ക് പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് വരുന്നത് IFFK പോകുന്നതിന് സമാനമായിട്ടുള്ള സീരിയസ്നെസ്സോടുകൂടിയാണ് അവർ സഭയിലേക്ക് കയറി വരുന്നത്. സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ തീർച്ചയായിട്ടും അവർക്ക് വലിയ രീതിയിലുള്ള പരിഹാസം നേരിട്ടിട്ടുണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടാകും. ഇന്ന് അതിനെ മാറ്റി പിടിച്ച് വേറൊരു സാധനമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എന്താണ് നിലപാട്? നോക്കൂ, ഒരു ലീഡർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ദേ ആർ മെന്റ് ടു ലീഡ്. അവരാണ് ലീഡ് ചെയ്യേണ്ടത്. ഒരു നിലപാട് പറയുന്നു, ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഞങ്ങൾ ഇതാണ് മുമ്പോട്ട് വെക്കുന്ന ഐഡിയോളജി, ഇന്ത്യൻ പാർലമെന്റിലേക്ക് പലസ്തീന്റെ ഇതും പറഞ്ഞുകൊണ്ട് ഐ സപ്പോർട്ട് പലസ്തീൻ എന്നും പറഞ്ഞൊരു തണ്ണിമത്തന്റെ പടം എത്ര ലാഘവത്തോടു കൂടിയാണ് അവരതിനെ കൈകാര്യം ചെയ്യുന്നത്. അവരത് തെരുവിൽ അവരത് കാണിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അവരത് പോയി കാണിക്കട്ടെ. ഇത് കനി കുസൃതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട സ്ഥലമാണോ ഇന്ത്യൻ പാർലമെന്റിൽ? പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ നേതാവായിട്ട് നിലവിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്ന ഒരാള് കനി കുസൃതിക്ക് കോമ്പറ്റീഷൻ കൊടുക്കേണ്ട ആളാണോ? അല്ലല്ലോ. ഇപ്പോൾ പ്രിയങ്കയുടെ ഇത് വളരെ ഡിറോഗേറ്ററിയായ റിമാർക്കാണ് കേട്ടോ, വളരെ ഡിറോഗേറ്ററിയായ റിമാർക്കാണ് ഇപ്പൊ നടത്തിയത്. അതായത് ഒരാൾ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായി, ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നും എന്ത് കഴിക്കണമെന്നും പറഞ്ഞ് അതൊരു ഏകാധിപത്യ മനോഭാവത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വിഭാഗത്തെയാണ് ഇന്ത്യ മുന്നണി പരാജയപ്പെടുത്തിയത്. പരാജയപ്പെടുത്തിയെന്ന് വെച്ചാൽ ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ട് ഭരിക്കുന്നത്. എന്ത് വസ്ത്രം ധരിക്കണമെന്ന് എന്ത് കഴിക്കണമെന്നൊക്കെ ഒരുപാട് ചർച്ചയായിരുന്നല്ലോ. അതിന്റെ പരിണിത ഫലമാണ് സാറ് തന്നെയാണ് തുടക്കത്തില് നരേന്ദ്രമോദി ഇത്ര രൂപയുടെ വസ്ത്രം ഇട്ടു, നരേന്ദ്രമോദി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്നിരുന്നിട്ട് നിങ്ങളാണ് ഇത് തുടങ്ങി വെച്ചത്, ഞങ്ങളല്ല ഇത് തുടങ്ങി വെച്ചത്. നരേന്ദ്രമോദിയുടെ കോട്ട്, നരേന്ദ്രമോദി കഴിക്കുന്ന കൂണ്, അദ്ദേഹം 10 ലക്ഷത്തിന്റെ കോട്ട് ഇട്ടു, ഇതൊക്കെ തുടങ്ങി വെച്ചത് ആരാണ്? രാഹുൽ ഗാന്ധി നേരിട്ട് തുടങ്ങി വെച്ച ക്യാമ്പയിൻ ഇതൊക്കെ.
യുവരാജ് അല്ലല്ല, അതായത് രാഷ്ട്രീയ വിഷയം ഇല്ലാതാകുമ്പോൾ വ്യക്തിപരമായിട്ട് വസ്ത്രധാരണവും കുറിയേയും കുറിച്ചല്ല പറയേണ്ടത്. അല്ല, അതാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങളാണിത് തുടങ്ങി വെച്ചത്. സ്വാഭാവികമായിട്ട് യു വിൽ ടേസ്റ്റ് യുവർ ഓൺ മെഡിസിൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചർച്ചയിൽ നമ്മൾ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. അതായത് വേഷഭൂഷാദികളുടെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വിമർശിക്കപ്പെടും. ഞാൻ ചോദിച്ചത് 2017 രാഹുൽ ഗാന്ധിയുടെ അറ്റയർ എന്ന് പറയുന്നത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എടുത്ത് അണിഞ്ഞതാണ്. ആ അണിഞ്ഞ അറ്റയർ അദ്ദേഹം 2024 എന്തുകൊണ്ട് അഴിച്ചു വെച്ചു എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. വളരെ ലോജിക്കലാണ് ക്വസ്റ്റ്യൻ. പൊളിറ്റിക്സ് തന്നെയാണ് ചോദിക്കുന്നത്. യുവരാജ് നിങ്ങളുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അതായത് നമ്മുടെ ഇപ്പോഴും, അതായത് ഈ നാട്ടിൽ ആരെന്ത് വസ്ത്രം ധരിക്കണമെന്ന് എന്ത് കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ അവരവർ തീരുമാനിച്ചുള്ളൂ. ഉറപ്പാണോ? കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ കങ്കണ റണൌട്ടിനെ പരിഹസിച്ചത് അല്ലല്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ഹാൻഡിൽ പരിഹസിച്ചത് താങ്കൾ പറയുന്നത് അല്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ശരി, നരേന്ദ്രമോദി ഊണ് കഴിക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത്? നരേന്ദ്രമോദി എത്ര രൂപയുടെ കൂണ് കഴിക്കുന്നു പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? കങ്കണ റണൌട്ടിനെ എം പി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് അവരുടെ വൾഗറായിട്ടുള്ള ഒരു ചിത്രം എടുത്തിട്ട് കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡില് അവരെ പരിഹസിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയപ്പോ സാറിന് അറിയില്ലായിരുന്നോ ഈ രാജ്യത്ത് എന്ത് കൊടുക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്ന്? കലാതരം പോലെ മാറ്റാതെ സാറേ. ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ അറ്റയറിനെ കുറിച്ചിട്ട് മാത്രമാണ്. അത് PR ഏജൻസി എഴുതി കൊടുക്കുന്നതിനനുസരിച്ച് ചെയ്യുന്ന ഒരു അറ്റയർ മാത്രമാണ്. സ്വന്തമായ ഒരു നിലപാട് പോലും അതിനകത്ത് ഇല്ലാത്ത ഒരാളാണ് താൻ. മുമ്പോട്ട് വയ്ക്കുന്ന പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് അത്ര പോലും ധാരണയില്ലാത്ത ഒരാളാണ്, സ്ഥിരതയില്ലാത്ത ഒരാളാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും റിലവന്റ് ആയി നിൽക്കുന്നു. 2017 രാഹുൽ ഗാന്ധി ടെമ്പിൾ റൺ നടത്തുന്ന സമയത്ത് എടുത്തിരുന്ന അറ്റയർ ഉപേക്ഷിക്കുകയും പിന്നെ അതിലേക്ക് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി ടീഷർട്ട് മാറ്റി വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലല്ല, അത് ഈ ടെമ്പിൾ റണ്ണുമായി കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് യുവരാജ് ഗോകുൽ ഇവിടെ പറഞ്ഞത്. അതിനുള്ള മറുപടി. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം അതല്ല പറയുന്നത്. ശരി, ശ്രീകുമാർ. റിമാർക്കാണ്. എന്തുകൊണ്ടാണ് ശ്രീകുമാർ അതിനെപ്പറ്റി ഒന്നും പറയാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ മഞ്ജുഷ, അല്ല ഒരു മിനിറ്റ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോഴേ ഓരോ നേതാവിന്റെ വ്യക്തിപരമായ വേഷഭൂഷാദികളല്ല ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യാൻ നമുക്ക് വേറെ മഞ്ജുഷ വിഷയം വെച്ചോളൂ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ വേഷവിധാനം അത് ചർച്ച ചെയ്യാൻ ആൾക്കാർ വേറെ വരും. ഞാൻ വരില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളുണ്ട്. ഈ വേഷങ്ങളിലെ മാറ്റം കാരണം രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കുവാൻ ഇന്ത്യ പാർട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇന്ത്യ പാർട്ടികൾക്ക് കഴിയുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഈ മാറ്റം അംഗീകരിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമ്മൾ ചർച്ച ചെയ്ത വിഷയം തന്നെയാണത്. ഇല്ല, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ യുവരാജ് പറയുന്ന രാഷ്ട്രീയ മണ്ഡലത്തിന് മഞ്ജുഷ കൂട്ടു നിൽക്കല്ലേ? രാഷ്ട്രീയ ബുദ്ധിപരമായി മറുപടി പറഞ്ഞാൽ മതി. സാറ് മറുപടി പറഞ്ഞാൽ ടെമ്പിൾ റൺ ഒരുപാട് ബുദ്ധിയുള്ള ആളാണല്ലോ സാറ് മറുപടി പറയുന്നേ. എന്റെ മഞ്ജുഷേ, അതായത് BJPയുടെ ഒരു അജണ്ട എന്തായിരുന്നു? ഇനി വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർ ഇന്ത്യയെ ഏത് രീതിയിൽ മാറ്റിമറിക്കുന്ന പറഞ്ഞത്. ആ അജണ്ട ഇപ്പൊ നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഏത് രീതിയിൽ മാറ്റിമറിക്കുമെന്ന് BJP പറഞ്ഞു? അങ്ങനെ പോകല്ലേ? ഏത് രീതി മാറ്റിമറിക്കുമെന്ന് BJP പറഞ്ഞു? സാറൊന്ന് പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. പറയട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവും. നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവും. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ റിസൾട്ടാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കണ്ടത്. അല്ല, നിങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ വായിലേക്ക് കുത്തിക്കേറ്റരുത്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ പറഞ്ഞുകൊണ്ട് കിടന്നത് ഞങ്ങൾ സംവരണം നിർത്തലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കൂടെ ചർച്ചയ്ക്ക് ഇരുത്തുന്നതാണ് നല്ലത്. അതായത് എന്റെ ഒരു ചർച്ചയുടെ സ്വഭാവം ഇതനുസരിച്ചല്ല. അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുള്ളൂ. ആ രാഷ്ട്രീയത്തിലെ ഞാൻ പറയുന്നത് BJPയുടെ എന്തുകൊണ്ടാണ് BJPക്ക് ഇങ്ങനെ ദുർബലമായ ഒരു ഭരണത്തലവനായിട്ട് ഭരണ നേതൃത്വമായിട്ട് ഇരിക്കേണ്ടി വന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിട്ട് ആ ഇന്ത്യ മുന്നണിയുടെ ഒരു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ. ആ രാഹുൽ ഗാന്ധി ഏത് വേഷം വേണേ ധരിച്ച് മുഴുവൻ സഞ്ചരിക്കട്ടെ. അത് ഇവർക്ക് എന്താണ്? രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയ വിഷയങ്ങളാണ് പ്രധാനം. ആ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ BJP ഉയർത്തിക്കൊണ്ടിരുന്ന നെഹ്റു വിരുദ്ധത, നെഹ്റു കുടുംബ വിരുദ്ധത, ഇന്ദിരാഗാന്ധി വിരുദ്ധത. എന്താ കാരണം? ഇവർ ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുന്നു. ഇന്ദിരാഗാന്ധിയെ ഞാൻ വളരെ നിസ്സാരമായി കാണരുത്.
ഇന്ദിരാഗാന്ധിയാണ് ഇപ്പൊ ഇവരെ ചർച്ചാ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. കാരണം എന്താണ്? ഇന്ദിരാഗാന്ധിയുടെ വിരുദ്ധതയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ഈ സമാജ്വാദി പാർട്ടി ആണെങ്കിൽ അത് ജനതാ പാർട്ടി ഛിന്ന ഭിന്നമായിട്ടാണ് ഇവരൊക്കെ വന്നത്. അപ്പൊ ആ കക്ഷികളെ ഇന്ദിരാഗാന്ധിയെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത്രയും രീതിയിലേക്ക് BJP പോവാണ്. അതായത് നിവൃത്തിയില്ല, വേറെ ഒരു അജണ്ടയും അത് കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയല്ലേ ശ്രീ എൻ ശ്രീകുമാർ ശരിക്കും ചെയ്യുന്നത്? ഈ ഭരണഘടനാ ചർച്ചയിൽ അവിടെയാണല്ലോ ഇന്ദിരാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും നരേന്ദ്രമോദി കൊണ്ടുവന്നത്. അതിൽ ശരിക്കും ആ ഭരണഘടനാ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയായിരുന്നുവല്ലോ. ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിക്കും കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ പറ്റിയില്ല. ലോക്സഭയിലേക്ക് വരാമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ? എന്തൊരു കഷ്ടമാണ്. താങ്കളൊന്ന് ക്ഷമിക്കൂ. BJP എന്തായാലും 5 വർഷം ഭരിക്കും. താങ്കൾ ഭയക്കാതിരിക്കൂ. അതിപ്പോ താങ്കളുടെ ഞങ്ങൾ ഭരിക്കും. അല്ല, താങ്കളൊന്ന് ക്ഷമിക്കേ. അതായത് BJP 5 വർഷം ഭരിക്കട്ടെ, കുഴപ്പമില്ല. അതിനിപ്പോ രാഹുൽ ഗാന്ധി ടീഷർട്ട് ഇട്ടാലും ഭരിക്കായിരിക്കും. അവിടെ നിൽക്കൂ, ഞാൻ പറയട്ടെ. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധി വിരുദ്ധത കൊണ്ടുവരിക. എന്താ കാരണം അറിയാമോ? ബാക്കിയെല്ലാം പരാജയപ്പെടുകയാണ്. അപ്പൊ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ? ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ ഭരണഘടനയെ എന്താ പറയാ, ഏകാധിപത്യ മനോഭാവത്തോടെ ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി എതിർത്ത അന്നത്തെ ജനതാ പാർട്ടിയുടെ ഘടകങ്ങളായ ഇന്നത്തെ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ നേതാക്കൾ ഇവർക്കൊപ്പം നിൽക്കുന്ന ഒരു ധാരണയുണ്ടാകാം. അതൊക്കെ കഴിഞ്ഞു. അതാ ഞാൻ പറഞ്ഞ വർത്തമാനകാല രാഷ്ട്രീയമാണ് ചർച്ച. ഭൂതകാലത്തിൽ അഭിനന്ദിച്ചിട്ട് കാര്യമില്ല. പഴയ കാലത്തുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ പോയിട്ട് കാര്യമില്ല. അതാണ് കോൺഗ്രസും പറയുന്നത്. കോൺഗ്രസിന് അറിയാം. എന്താ കോൺഗ്രസ് അറിയുന്നത്? BJP വിരുദ്ധതയുടെ പേരിൽ മാത്രമേ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ചു നിൽക്കുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഓരോ സംസ്ഥാനത്തും അവരവരുടേതായ നിലപാടിൽ ആ കക്ഷികൾ ഭരിക്കും. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസിന് ബംഗാൾ മതി. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ പിടിച്ച് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് DMK എതിർത്തത്? DMK ശക്തമായ ദക്ഷിണേന്ത്യൻ പാർട്ടിയാണല്ലോ. കാരണം അവർക്കറിയാം ദേശീയ തലം മുതൽ കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് അവർ പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ, അതായത് ഇന്ത്യ ഇന്ന് ഭരിക്കുന്ന മുന്നണി, ആ NDA മുന്നണി പഴയകാലത്ത് BJP മാത്രമായിരുന്നു. ഇന്ന് ഇന്ത്യ NDA മുന്നണി എന്ന് പറയേണ്ട ഗതിയോട് വരികയും 2 കക്ഷികളുടെ മാത്രം കൃപയോടെ ഭരിക്കേണ്ടി വരികയും BJPക്ക് എന്തെല്ലാം അജണ്ടയാണോ അവർക്ക് ഉണ്ടായിരുന്നത് അതെല്ലാം നടപ്പാക്കാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യത്തിൽ നിന്നും പ്രതിപക്ഷ നേതാക്കളെ വ്യക്തിപരമായിട്ട് ചോദ്യം ചെയ്യും. അതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ആ അസഹിഷ്ണുത മനസ്സിലാക്കണം. അങ്ങനെ അസഹിഷ്ണുതയോടെ ഭരിക്കാൻ എത്ര കാലം കഴിയും ഇവർക്ക്? അതായത് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയാം, ജാർഖണ്ഡിൽ എന്തുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത്? അവിടുത്തെ സോറൻ ഗവൺമെന്റ് ആ സോറനൊപ്പം നിന്ന ഒരാൾ ചമ്പായ് സോറിനെ കൊണ്ടുപോയല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അവിടെ തിരിച്ചടി ഉണ്ടായിരുന്നു BJPക്ക്? കാരണം അവിടെ സോറിനൊരു വ്യക്തതയുണ്ടായിരുന്നു. എന്ത്? BJP വിരുദ്ധത. നേരെ വെച്ച മഹാരാഷ്ട്രത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആര് മുഖ്യമന്ത്രിയാകുന്നായിരുന്നു തർക്കം. ഇവിടെ കോൺഗ്രസിന് എനിക്ക് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞില്ല. ജാർഖണ്ഡില് അവിടെ സോറിനെ പിന്താങ്ങി നിന്നു, അവിടെ ജയിച്ചു. ഹരിയാനയെ സംബന്ധിച്ച് നമുക്കറിയാലോ, നമ്മൾ ചർച്ച ചെയ്തതാണ്. അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ട്, ഒരുപാട് ജാതി രാഷ്ട്രീയമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് BJP വിരുദ്ധതയുടെ ഭാഗമായി രൂപം കൊണ്ട് ഇന്ത്യ മുന്നണി ശിഥിലമായി എന്ന് കരുതുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. നമ്മൾ ഇന്ന് പാർലമെന്റിൽ നോക്കൂ, പാർലമെന്റിൽ വരുന്ന വിഷയങ്ങള്, ആ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്ന ചർച്ചകള്, ആ ചർച്ചകളിൽ പ്രതിപക്ഷ നേതാക്കൾ എടുക്കുന്ന നിലപാടുകള്, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് കർണാടകത്തിൽ എന്ത് സംഭവിച്ചു, മഹാരാഷ്ട്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. പൊതുവെ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്തിനാണോ രൂപപ്പെട്ടത്? BJP അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതായിരുന്നു. അത് മാറ്റാൻ സാധിച്ചില്ലെങ്കിലും അധികാരത്തിൽ നിന്ന് അവര് ഉദ്ദേശിച്ച രീതിയിൽ അവർക്ക് അവരുടെ കിരീടം ഉറപ്പിച്ചു വെക്കാനുള്ള ഒരു പീഠം നഷ്ടപ്പെട്ടു. എന്നിട്ട് 4 പാർട്ടികൾ എന്നുള്ള രീതിയിൽ നിൽക്കാണ്. 2 കാല് മാറിയ പീഠം നിലത്ത് വീഴും. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഈ BJP എത്തിച്ചതാണ് ഇന്ത്യ മുന്നണിയുടെ ക്രെഡിറ്റ്. ആ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ ഒരു നേതൃയോഗ്യത ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ അതിന് ഉത്തരവില്ല. കാരണം പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്ഷേ അതേ പാർട്ടികളാണ്, അതുകൊണ്ടാണ് പുറത്തു നിന്ന് ആരുമല്ല അത് പറയുന്നത്. ശ്രീ സിബി സത്യൻ, ഇവിടെ യുവരാജ് പറഞ്ഞത് ഈ വേഷത്തിൻ്റെ കാര്യം വന്നപ്പോൾ രാഹുലിൽ നിന്ന് മാറി പ്രിയങ്കയിലേക്കും എത്തിക്കുന്നുണ്ട് BJP. അവിടെ ഇന്ത്യ മുന്നണി സഖ്യ പാർട്ടികൾക്ക് പോലും ഇന്നലെ പ്രിയങ്ക ആ ഭാഗമായിട്ട് പലസ്തീൻ അനുകൂല ഭാഗമായി വന്നതിൽ എതിർപ്പുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് ഇന്ന് ബംഗ്ലാദേശ് അനുകൂല ഭാഗമായിട്ട് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ആ രീതിയിലുള്ള അത് അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഭാഗമായിട്ട് വരേണ്ടി വന്നു. അവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ട്, പീഡനം,
അത് പ്രതിപാദിക്കുന്ന ഭാഗമായിട്ട് വരേണ്ടി വന്നു എന്നാണ് ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ അവതരിപ്പിച്ചത്. അനവസരത്തിലുള്ളതായി പോയില്ലേ ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ ആ വരവ് ആ ഭാഗമായിട്ട്? ഇന്നലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പരാമർശമുള്ള ഭാഗമായിട്ട് വന്നെങ്കിൽ അത് ടൈംലി ആണെന്ന് പറയാമായിരുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇന്നല്ല ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിച്ചത്. നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ കണ്ട ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ശ്രീ യുവരാജ് ഗോകുലിന്റെ ഈ പരാമർശം അല്പം ഡിറോഗേറ്ററി ആയിരുന്നു. അത് അത്ര ശരിയായ സ്പിരിറ്റുള്ളതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാമത്തത്. രണ്ടാമത്തത് ഏത് വാചകമാണ് താങ്കളെ അദ്ദേഹം ചില സിനിമാ താരങ്ങളെ എന്താ പറയുന്ന ഇത് പറഞ്ഞിട്ട് ചേർത്ത് പറഞ്ഞത് അത്ര സുഖകരമായില്ല എന്ന് എനിക്ക് തോന്നുന്നു. പറയാമോ? അല്ലല്ല, ഞാൻ തർക്കത്തിലേക്ക് പോകുന്നില്ല. അത് ചില സിനിമാ താരങ്ങൾ ബാഗുമായി കടന്നു വരുന്നതിന് അനുസ്മരിപ്പിക്കുന്ന തരത്തില് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ തരത്തിലല്ല അവര് പെരുമാറേണ്ടതെന്ന് മാത്രമേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ BJP ഹാൻഡിലുകളും തുടർച്ചയായിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ ധ്വംസനത്തിനെതിരെ ഭയങ്കര ശക്തമായിട്ട് വാചകങ്ങൾ എഴുതുന്നുണ്ട്. പക്ഷെ BJP ഭരിക്കുന്ന ഇന്ത്യ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഭവവും എനിക്ക് എന്റെ അറിവിലില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്താനോ ഇന്ത്യ സർക്കാർ ശ്രമിച്ചതായിട്ട് യാതൊരു വിവരവുമില്ല.